കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ലയണൽ ആൻഡ്രസ് മെസ്സിയുടെ ജീവിതം അത് വിജയങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞതല്ല. കഠിനമായ വെല്ലുവിളികളും നിരാശകളും അതിജീവിച്ചാണ് അദ്ദേഹം ഇന്നത്തെ ഈ സ്ഥാനത്തേക്ക് എത്തിയത്. 1987 ജൂൺ 24-ന് അർജന്റീനയിലെ റൊസാരിയോ നഗരത്തിലാണ് ലയണൽ മെസ്സി ജനിച്ചത്. അച്ഛൻ ജോർജ് മെസ്സി ഒരു ഫാക്ടറി തൊഴിലാളിയും അമ്മ സെലിയ മെസ്സി ഒരു തൂപ്പുജോലിക്കാരിയുമായിരുന്നു. വളരെ സാധാരണ കുടുംബത്തിൽ വളർന്ന മെസ്സിക്ക് ചെറുപ്പം മുതൽ ഫുട്ബോളിനോട് അതിയായ ഇഷ്ടവുമായിരുന്നു. വെറും 4 വയസ്സുള്ളപ്പോൾ തന്നെ നാട്ടിലെ ക്ലബായ ഗ്രാൻഡോളിക്കായി കളിക്കുവാൻ തുടങ്ങി. പിന്നീട് ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് അക്കാദമിയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ അസാധാരണമായിട്ടുള്ള കഴിവ് അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ 11-ാം വയസ്സിൽ മെസ്സിയുടെ ജീവിതം മാറി മറിഞ്ഞു. അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോൺ ഡിഫിഷ്യൻസി എന്ന ആരോഗ്യ പ്രശ്നം കണ്ടെത്തി. കുട്ടികൾക്ക് വളർച്ചാ ഹോർമോൺ കുറവ് ഉണ്ടാകുമ്പോൾ അവരുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആവശ്യത്തിന് വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിക്കുകയില്ല. ഈ അവസ്ഥ ശാരീരിക വളർച്ച മന്ദഗതിയിലാകുന്നതിനും ഉയരക്കുറവിനും കാരണമാകുന്നു. അവരുടെ അസ്ഥികൾ യഥാർത്ഥ പ്രായത്തെക്കാൾ വളരെ സാവധാനത്തിൽ വളരുന്നു. ഇത് അസ്ഥികളുടെ ബലം കുറയുന്നതിന് കാരണമാകുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതുകൊണ്ട് പേശികളുടെ ശക്തി കുറയുകയും പെട്ടെന്ന് കടുത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഈ രോഗത്തിന് ഓരോ മാസവും വലിയ ചികിത്സാ ചിലവ് വരുമായിരുന്നു. കുടുംബത്തിന് അത് താങ്ങാനാകാത്ത അവസ്ഥയുമായിരുന്നു. പല ക്ലബ്ബുകളും സഹായിക്കുവാനും തയ്യാറായില്ല. ആ സമയത്താണ് സ്പെയിനിലെ FC ബാർസലോണ മെസ്സിയുടെ കഴിവ് തിരിച്ചറിഞ്ഞത്. മെസ്സിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന ബാഴ്സലോണ വാഗ്ദാനം ചെയ്തു. 13-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം മെസ്സി സ്പെയിനിലേക്ക് താമസം മാറി. ബാഴ്സലോണയുടെ പ്രശസ്തമായ ലാ മാസി അക്കാദമിയിൽ പരിശീലനം ആരംഭിച്ച മെസ്സി വളരെ വേഗത്തിൽ വളർന്നു. 2004-ൽ വെറും 17-ാം വയസ്സിൽ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ഗോളുകൾ, അസിസ്റ്റുകൾ, ഡ്രിംബ്ലിംഗ്, അത്ഭുതകരമായിട്ടുള്ള കളിമികവ് എല്ലാം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. 21 വർഷത്തോളം ബാഴ്സലോണയ്ക്കായി കളിച്ച മെസ്സി ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി മാറി. ഈ കാലയളവിൽ നിരവധി ലീഗ് കിരീടങ്ങളും യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും വ്യക്തിഗത പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. ദേശീയ ടീമിലെ മെസ്സിയുടെ പോരാട്ടത്തിൽ 2014 ലോകകപ്പിൽ അർജന്റീന ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നഷ്ടമായി. തുടർന്ന് 2 തവണ കോപ്പ അമേരിക്ക ഫൈനലിലും പരാജയപ്പെട്ടു. നിരാശനായിട്ടുള്ള മെസ്സി ദേശീയ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്നാൽ ആരാധകരുടെയും സഹതാരങ്ങളുടെയും അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം തിരിച്ചെത്തി. ആ തീരുമാനം പിന്നീട് ചരിത്രമായി. 2021-ൽ ഒടുവിൽ മെസ്സി തന്റെ ആദ്യ അന്താരാഷ്ട്ര സീനിയർ കിരീടമായ കോപ്പ അമേരിക്ക നേടി. അതിനുശേഷം 2022-ൽ ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയെ ചാമ്പ്യന്മാരാക്കി. ഫൈനലിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച മെസ്സി ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും സ്വന്തമാക്കി. ലോകം മുഴുവൻ കാത്തിരുന്ന സ്വപ്ന നിമിഷമായിരുന്നു അത്. ലോകകപ്പിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തി അർജന്റീന ക്വാർട്ടറിൽ കടന്നപ്പോൾ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന സ്വന്തം പേരിലുള്ള ആ റെക്കോർഡാണ് മെസ്സി പുതുക്കിയത്. കൂടാതെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ റെക്കോർഡും മെസ്സി മറികടന്നു. നിലവിൽ ടൂർണമെന്റിൽ 8 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടത്തിൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയെ മറികടന്ന മെസ്സി ഒന്നാമതെത്തി. മെസ്സി തന്റെ കുട്ടിക്കാല സുഹൃത്തായിരുന്ന ആന്റണോളയാണ് വിവാഹം ചെയ്തത്. ഇവർക്ക് 3 ആൺമക്കളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക താരങ്ങളിൽ ഒരാളായിട്ടും വളരെ ലളിതവും കുടുംബത്തെ സ്നേഹിക്കുന്ന വ്യക്തിയുമാണ് മെസ്സി. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ചെറിയൊരു ബാലൻ തന്റെ ശരീര വളർച്ചയെ പോലും ബാധിച്ച രോഗത്തെ തോൽപ്പിച്ച്
ലോകം മുഴുവൻ ആരാധിക്കുന്ന ഫുട്ബോളിന്റെ രാജാവായി മാറിയ കഥയാണ് ലയണൽ മെസ്സിയുടേത്. കഠിനാധ്വാനം, ആത്മവിശ്വാസം, ക്ഷമ, സ്വപ്നങ്ങളിൽ വിശ്വാസം എന്നിവയുണ്ടെങ്കിൽ അസാധ്യം പോലും സാധ്യമാക്കാമെന്ന മെസ്സിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.